ഇപ്പോഴേയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നേ. നിവിൻ യമുനയുടെ കയ്യിൽ ഏൽപ്പിച്ച സാരി കാവേരിക്ക് കൊടുത്തോ എന്ന് അറിയാൻ കാവേരിയെ കോൾ ചെയ്യാണ് നിവിൻ. എന്നിട്ട് ഒരു നാണത്തോടെയൊക്കെയാണ് കാവേരിയോട് നിവിൻ സംസാരിക്കുന്നേ. ഞാൻ നിവിനാ സംസാരിക്കുന്നേ. അത് കേട്ട് കാവേരി ചോദിക്കാണ്, അതിന് നിന്റെ നമ്പർ എന്റെ ഫോണിലുണ്ടല്ലോ. അപ്പൊ നിവിൻ ഒരു ചമ്മലോടെ പറയാണ്, അത് ശരിയാണല്ലോ, ഞാൻ എന്തൊരു മണ്ടനാണല്ലേ. അപ്പോ കാവേരി പറയാണ്, അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എന്ന് പറഞ്ഞ് നിവിനെ കളിയാക്കാണ്. അപ്പൊ നിവിൻ പറയാണ്, കാവേരി എന്തിനാ എന്നെ കളിയാക്കുന്നേ, ഇപ്പൊ ഒട്ടും സ്നേഹമില്ലാത്ത പോലെ പെരുമാറുന്നേ. അപ്പൊ കാവേരി പറയാണ്, എനിക്ക് സ്നേഹമുണ്ടല്ലോ നിവിനെ. അത് കേട്ടപ്പോ നിവിന് നല്ല സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് ചോദിക്കാണ്, കാവേരിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടായോന്ന് അറിയാനാ ഞാൻ വിളിച്ചേ. കാവേരിക്കാണെങ്കിൽ എന്ത് ഗിഫ്റ്റ് ആണെന്ന് അറിയൂല. എന്നിട്ട് എന്ത് ഗിഫ്റ്റ് ആണെന്ന് ചോദിക്കാണ് നിവിനോട്. അപ്പൊ നിവിൻ പറയാണ്, ഞാൻ യമുനയുടെ കയ്യിൽ ഒരു സാരി കൊടുത്തു വിട്ടിരുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അച്ഛനെ കാണുന്ന നിവിൻ കോള് പെട്ടെന്ന് കട്ട് ചെയ്യാണ്. കാവേരിക്ക് തിരിച്ച് നിവിനോട് ഒന്നും പറയാൻ പറ്റിയില്ല. എന്നിട്ടൊരു സംശയത്തോടെ യമുനയുടെ അടുത്തേക്ക് പോവാണ് കാവേരി. അച്ഛനെ കാണുന്ന നിവിൻ ഒരു നാണത്തോടെ അച്ഛന്റെ മുമ്പിൽ പെട്ട അവസ്ഥയിൽ നിൽക്കാണ്. സത്യൻ നിവിനോട് ചോദിക്കാണ്, നീ ആരോടാ സംസാരിച്ചേ, നിന്റെ കാമുകിയാണോ അത്? അപ്പൊ നിവിൻ പറയാണ്, അച്ഛന്റെ ഒരു കാര്യം, പിന്നെ ഈ സമയത്ത് ഞാൻ ആരെ വിളിക്കാനാ? അത് കേട്ടാണ് രാജേശ്വരി അങ്ങോട്ട് വരുന്നേ. ഓ, നീ അപ്പോ രാഗിണിയോട് സംസാരിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് സത്യൻ നിവിനെ കളിയാക്കുകയാണ്. അപ്പൊ രാജേശ്വരിക്ക് മനസ്സിലായി നിവിൻ രാഗിണിയല്ല കാവേരിയാണ് വിളിച്ചിട്ടുണ്ടാവുക എന്ന്. എന്നിട്ട് സത്യൻ രാജേശ്വരിയോട് പറയാണ്, നീ കണ്ടോ, എന്റെ മോൻ ഇത്രയും നേരം രാഗിണിയുമായി സംസാരിക്കുവായിരുന്നു. അപ്പൊ രാജേശ്വരി ഒരു സംശയത്തോടെ ചോദിക്കാണ്, ആർക്കറിയാം രാഗിണി തന്നെയാണോന്ന്. അപ്പോ സത്യൻ നിവിനോട് ചോദിക്കാണ്, നിന്റെ അമ്മ എന്താടാ ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്നത്, നിന്നെ തീരെ വിശ്വാസമില്ലാത്ത പോലെ. അപ്പൊ നിവിൻ പറയാണ്, രാഗിണിയോടൊക്കെ ആര് സംസാരിക്കാനാ അച്ഛാ, അതും ഈ നേരത്ത്, പിന്നെ നീ ആരോടാ സംസാരിച്ചതെന്ന് ചോദിക്കാണ് സത്യൻ. അപ്പൊ നിവിൻ ഒന്നും പറയാതെ ഒരു ടെൻഷനോടെയാണ് നിൽക്കുന്നത്. അത് കണ്ട് രാജേശ്വരി പറയാണ്, നിനക്ക് എന്താ രാഗിണിയോട് സംസാരിച്ചാ? രാഗിണി വന്നിട്ട് ഇത്ര ദിവസമായിട്ട് നീ ഒന്ന് കാണാൻ പോയോ? അപ്പൊ നിവിൻ ദേഷ്യത്തില്, ഞാൻ എന്തിന് രാഗിണിയോട് സംസാരിക്കണം, ഞാൻ എന്തിനാ അമ്മേ രാഗിണിയെ ഞാൻ പോയി കാണുന്നേ, അവളെന്താ അസുഖമായിട്ട് കിടക്കൊന്നുമല്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് നിവിൻ. രാജേശ്വരി കുറെ തവണ നിവിനെ വിളിക്കുന്നുണ്ടേലും നിവിൻ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകുന്നത്. എന്നിട്ട് സത്യനോട് രാജേശ്വരി പറയാണ്, ആ കാവേരി കാരണമാണ് നിവിൻ ഇങ്ങനെ പെരുമാറുന്നത്, എല്ലാത്തിനും ആ കാവേരിയാണ് കാരണം. എന്നിട്ട് സത്യനോട് പറയാണ്, നിവിൻ ഇപ്പോ മര്യാദയ്ക്ക് രാഗിണിയോട് സംസാരിക്കുന്നത് പോലുമില്ല. ഈ കണക്കിന് പോയ അവരുടെ കല്യാണം എങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിയൂല എന്നൊക്കെ സങ്കടം പറയാണ്. അപ്പോ സത്യം പറയാണ്, നിവിൻ രാഗിണിയുമായി സംസാരിക്കുകയും ചെയ്യും, അവരും തമ്മിലുള്ള കല്യാണം നടക്കുകയും ചെയ്യും. ഞാനല്ലേ പറയുന്ന രാജേശ്വരി, നീ അതോർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. യമുന ഗംഗയോടൊക്കെ പറഞ്ഞത് അവളുടെ കോളേജിലെ ഒരു പരിപാടിക്ക് ഡ്രസ് കോഡായി വാങ്ങിയതാണ് ഈ സാരി, ക്യാഷ് എല്ലാവരും പിരിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞത്. യമുന ആ സാരി വെച്ചൊക്കെ കണ്ണാടിയിൽ നോക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് കാവേരി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് യമുന ആ സാരി സ്നേഹത്തോടെ എടുത്തു നോക്കുന്നതൊക്കെ കണ്ട് കാവേരിക്ക് മനസ്സിലായി യമുനയ്ക്ക് നിവിനെ ഇഷ്ടമാണെന്നും യമുന നിവിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുവാണെന്ന്. എന്നിട്ട് യമുനയുടെ അടുത്ത് വന്ന് ആ സാരി വാങ്ങി പറയാണ്, സാരിയൊക്കെ കൊള്ളാം, പക്ഷെ ഇത് നീ തിരിച്ചു കൊടുക്കണം. അത് കേട്ട് യമുനയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട്. എന്നിട്ട് ഗംഗ കാവേരിയോട് ചോദിക്കാണ്, അവൾ എന്തിനാടി ഈ സാരി തിരിച്ചു കൊടുക്കുന്നേ, സാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ കാവേരി യമുനയെ നോക്കി പറയാണ്, സാരിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി, പക്ഷേ നമ്മൾ എന്തിനാ ഗംഗ ചേച്ചി ആവശ്യമില്ലാത്ത ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നത്? അപ്പൊ ഗംഗ പറയാണ്, അതിനിത് ഗിഫ്റ്റ് ഒന്നുമല്ലല്ലോ കാവേരി, ഇത് യമുന ക്യാഷ് കൊടുത്ത് വാങ്ങിയതാ. ഇത് അവളുടെ കോളേജിലെ സെലിബ്രേഷന് വേണ്ടി ഫ്രണ്ട്സ് എല്ലാരും കൂടി ഡ്രസ് കോഡ് പോലെ ഒരുമിച്ച് വാങ്ങിയതാ. അത് കേട്ട് കാവേരി യമുനോട് ചോദിക്കാണ്, നീ ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണോ? അപ്പൊ യമുന ഒരു ടെൻഷനോടെയാണ് മറുപടി പറയുന്നത്. എന്നിട്ട് കാവേരി ചോദിക്കാണ്, ഈ സാരിക്ക് നല്ല ക്യാഷ് ആയിട്ടുണ്ടാവുമല്ലോ
എത്ര പ്രൈസ് ആയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ യമുന കാവേരിയുടെ ഒരു കള്ളാണ് പറയുന്നത്. അത്ര ഒന്നും ആയിട്ടില്ല ചേച്ചി, എല്ലാവരും 500 രൂപ വെച്ച് പിരിച്ചു വാങ്ങിയതാണ്. ഞാൻ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. എന്റെ ഒരു ഫ്രണ്ട് രേഷ്മയുടെ അച്ഛന്റെ കടയിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ കുറച്ച് ക്യാഷ് തരാന്നാ പറഞ്ഞേ. കാവേരിക്ക് മനസ്സിലായി യമുന കള്ളം പറയുന്ന ആളെന്ന്. എന്നിട്ട് യമുനയോട് ചോദിക്കാണ്, നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞങ്ങൾക്കറിയാലോ. ആ കൂട്ടത്തിൽ ഒരു ടെക്സ്റ്റൈൽ ഉടമ രേഷ്മയുടെ കാര്യം നീ പറഞ്ഞിട്ടില്ലാലോ. അപ്പൊ യമുന ഒരു ടെൻഷനോടൊക്കെയാണ് ഒന്നും പറയാതെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സാരി കാവേരിയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുകയാണ്. അത് കണ്ട് കാവേരി സങ്കടത്തോടെ പറയാണ്, നീ ഇത് പിടിച്ചു വാങ്ങൊന്നും വേണ്ട മോളെ. നിനക്ക് ഇഷ്ടമുള്ളത് ഒക്കെ വിട്ടു തന്നിട്ടേ ഉള്ളൂ ഈ ചേച്ചി. നീ സേഫായിരിക്കണം എന്ന് കരുതിയ ഓരോന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോ ഗംഗ യമുനയോട് പറയാണ്, അവൾക്ക് വിഷമമായെന്ന് തോന്നുന്നു. അപ്പോ യമുന പറയാണ്, കുറച്ച് വിഷമിച്ചാലും കുഴപ്പമില്ല. ഇത് വെറും അസൂയാണ് ഗംഗ ചേച്ചി, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുന്നതിനുള്ള അസൂയ. അത് കേൾക്കുന്ന കാവേരിക്ക് സങ്കടാവാണ്. എന്നിട്ട് മനസ്സിൽ പറയാണ്, ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ല മോളെ, നിന്റെ ആഗ്രഹങ്ങൾ നടത്തണം. പക്ഷെ ഇനിയും ഒരു ആപത്തിൽ പോയി നീ വീഴരുത് എന്നൊക്കെ യമുനയെ ഓർത്തുള്ള ടെൻഷനാണ് കാവേരിക്ക്. യമുന നിവിൻ തന്ന സാരിയും പിടിച്ച് നിവിനെയും സ്വപ്നം കണ്ട് കണ്ണാടിയിൽ നോക്കി ചിരിക്കുകയൊക്കെയാണ്. രാഗിണി നിവിനെ കാണാൻ രാജേശ്വരിയുടെ വീട്ടിലേക്ക് വരുവാണ്. രാഗിണിയെ കാണുന്ന രാജേശ്വരിയും സത്യനും അവളെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. രാഗിണി എന്നിട്ട് നിവിന് ഇല്ലേന്ന് ചോദിക്കാണ് രാജേശ്വരിയോട്. രാജേശ്വരി നിവിൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ രാഗിണി പറയാണ്, ഞാൻ വിളിച്ചിട്ട് നിവിൻ ഫോൺ എടുത്തില്ല, അതാ ഞാൻ നിവിനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ രാജേശ്വരി ഒരു കള്ളം പറയാണ്, അവൻ കുറച്ച് തിരക്കിലായിരുന്നു മോളെ, റിസോർട്ടിലെ ഗസ്റ്റുകൾ കൂടുതലുള്ള സമയമല്ലേ, അതിനെന്താ ആന്റി, ജസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്താൽ. ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നൊരു വാക്ക് പറഞ്ഞാ പോരെ, എനിക്കത് മനസ്സിലാവൂലേ എന്ന് ചോദിക്കാണ് രാഗിണി. അത് അവൻ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നേ, ക്ഷീണം കാരണം അവൻ ഉറങ്ങുമായിരിക്കും, ഞാൻ പോയി വിളിച്ചോണ്ട് വരാന്ന് പറയാണ് രാജേശ്വരി. അപ്പൊ രാഗിണി പറയാണ്, ആന്റി പോണ്ട, ഞാൻ തന്നെ പോയി വിളിച്ചെഴുന്നേൽപ്പിച്ചോളാം എന്ന് പറഞ്ഞ് രാഗിണി നിവിന്റെ റൂമിലേക്ക് പോവാണ്. നിവിനാണേൽ റൂമിൽ പാട്ടൊക്കെ വെച്ച് കുളിച്ചു വന്ന പാടെ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. അത് കണ്ടോണ്ടാണ് രാഗിണി റൂമിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് കുറെ നേരം നിവിൻ ഡാൻസ് കളിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. നിവിനാണേൽ രാഗിണിയെ പെട്ടെന്നാണ് കാണുന്നത്. എന്നിട്ട് പെട്ടെന്ന് നിവിൻ രാഗിണിയെ കാണുന്ന ചമ്മലിൽ വേഗം ടവല് മേല് പുതയ്ക്കാണ്. രാഗിണി കാണാതിരിക്കാൻ മാറി നിൽക്കുന്നൊക്കെയുണ്ട്. അപ്പൊ രാഗിണി നിവിന്റെ അടുത്ത് വന്ന് പറയാണ്, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, പിന്നെ എന്തിനാ നീ ഈ നാണിക്കുന്നേ? രാഗിണിയെ കാണുന്ന നിവിൻ ചോദിക്കാണ്, നീ എന്താ ഡോറ് മുട്ടാതെ ഉള്ളിലേക്ക് വന്നത് എന്ന് ദേഷ്യത്തിൽ ചോദിക്കാണ്. അപ്പൊ രാഗിണി നിവിനോട് ചോദിക്കാണ്, ഞാൻ കോള് ചെയ്തിട്ട് നീ എന്താ എടുക്കാത്തെ? അപ്പൊ നിവിൻ കുളിക്കുമായിരുന്നു എന്ന് പറയാണ്. അപ്പൊ രാഗിണി ചോദിക്കാണ്, 3 ദിവസമായിട്ടും കുളിക്കുമായിരുന്നു? അപ്പൊ നിവിൻ പറയാണ്, നീ വിളിച്ചിരുന്നോ? ഞാൻ കുറച്ച് പണി കാരണം ബിസി ആയിരുന്നു, അതാ ശ്രദ്ധിക്കാഞ്ഞെ. അതിനു മാത്രം എന്ത് പണിയാണ് എന്ന് ചോദിക്കാണ് രാഗിണി. അപ്പൊ നിവിൻ പറയാണ്, ഇവിടെ തന്നെ ഗസ്റ്റുകളെ നോക്കുന്ന തിരക്കിലായിരുന്നു, എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? അപ്പൊ രാഗിണി ചോദിക്കാണ്, എന്നെ കാണാൻ വരാത്തതിനേക്കാൾ വലിയ പണിയായിരുന്നു ഇവിടെ. അപ്പൊ നിവിൻ പറയാണ്, ഞാൻ നിന്നെ ബാംഗ്ലൂർ വന്ന് കണ്ടായിരുന്നല്ലോ. രാഗിണി അപ്പൊ പറയാണ്, ഞാൻ 10 തവണ കോള് ചെയ്ത 1 തവണ വന്ന് കാണും, അതാണോ ഈ പറയുന്നേ? എന്നിട്ട് രാഗിണി നിവിനെ പുറത്തേക്ക് പോകാൻ വിളിക്കാണ്. എവിടേക്കെന്ന് ചോദിക്കാണ് നിവിൻ. എനിക്ക് ഇവിടെ കുറെ പണിയുണ്ട്, ഞാനൊന്നും വരൂലെന്ന് പറയാണ് നിവിൻ. അപ്പൊ രാഗിണി പറയാണ്, അതൊന്നും എനിക്ക് കേൾക്കണ്ട, നീ എന്റെ കൂടെ വരണം എന്ന് ദേഷ്യത്തിൽ പറയാണ്. നിവിൻ അപ്പൊ രാഗിണിയോട് പറയാണ്, ഞാൻ പിന്നെ വരാം, ഇപ്പോ ഇവിടുന്ന് പോ എന്ന് പറയാണ്. അത് പറ്റൂലെന്ന് പറയാണ് രാഗിണി, നീ ഇപ്പോ എന്റെ കൂടെ വരണം. അപ്പൊ നിവിൻ വീണ്ടും പറയുന്നുണ്ട്, നിനക്ക് പറഞ്ഞാ മനസ്സിലാകൂലേ, എനിക്കിവിടെ കുറെ പണിയുണ്ട്. അപ്പൊ രാഗിണി, നീ എന്റെ കൂടെ വരൂലേന്ന് ചോദിക്കാണ്. എന്നിട്ട് നിവിന്റെ കൈയും പിടിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നിവിൻ രാഗിണിയോട് നിൽക്കാൻ പറയാണ്, ഞാൻ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറയാണ്. അപ്പൊ രാഗിണി ബെഡിലിരുന്ന് നീ ഡ്രസ്സ് മാറിക്കോന്ന് പറയാണ്. അപ്പൊ നിവിൻ ചോദിക്കാണ്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? പുറത്തേക്ക് പോ, എനിക്ക് ഡ്രസ്സ് മാറണം എന്ന് പറയാണ്. അപ്പൊ രാഗിണി പറയാണ്, അതൊന്നും പറ്റൂല, ഞാൻ പുറത്തേക്ക് പോയാൽ നീ ഈ കാണുന്ന
ജനല് വഴി പുറത്തേക്ക് പോയാലോ? അപ്പൊ നിവിൻ പറയുന്നുണ്ട്, പ്ലീസ് ഒന്ന് പുറത്തേക്ക് പോ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ അങ്ങനെ ഒന്നും പോകൂല, എനിക്കൊരു 5 മിനിറ്റ് തന്നാ മതി. അത് പറഞ്ഞപ്പോ രാഗിണി പുറത്ത് നിവിനെ വെയിറ്റ് ചെയ്യാണ്. രാഗിണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡോറ് തട്ടി റെഡി ആയോ എന്നൊക്കെ ചോദിക്കാണ്. നിവിൻ എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാഗിണിയോട് എവിടേക്കാണ് പോകണ്ടേന്ന് ചോദിക്കാണ്. അപ്പൊ രാഗിണി നിവിന്റെ കൈയും പിടിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് നിവിനെയും കൂട്ടി പുറത്തേക്ക് പോകാണ്. നിവിനെയും രാഗിണിയെയും ഒന്നിച്ച് കാണുന്ന രാജേശ്വരിക്കും സത്യനും സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് രാഗിണിയോട് ഫുഡ് കഴിച്ചിട്ട് പോയാ മതി എന്ന് പറയാണ് രാജേശ്വരി. അപ്പോ രാഗിണി പറയാണ്, അതൊന്നും വേണ്ട ആന്റി, ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ നിവിനെ കൂട്ടിക്കൊണ്ട് പോകാനാണ്. അപ്പോൾ നിവിൻ രാഗിണിയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ വരുന്നില്ല. രാഗിണിയാണ് നിവിന്റെ കയ്യും പിടിച്ച് നിനക്ക് എന്ത് പണി ഉണ്ടായിട്ടാ എന്നും പറഞ്ഞ് നിവിനെയും കൂട്ടി പുറത്തേക്ക് പോകാണ്. അത് കാണുന്ന രാജേശ്വരിക്കും സത്യനും സന്തോഷാവുന്നുണ്ട്. എന്നിട്ട് സത്യനോട് രാജേശ്വരി പറയാണ്, അവളാണ് നിവിന് പറ്റിയ പെണ്ണ്, അവനെ അവൾ കൂട്ടിക്കൊണ്ട് പോയത് കണ്ടില്ലേ. എന്നിട്ട് രാഗിണിയെയും കൂട്ടി നിവിൻ ബൈക്കിൽ പോവാണ്. അപ്പൊ രാഗിണി നിവിനോട് ചോദിക്കാണ്, നമ്മൾ രണ്ടുപേരും ഇതുപോലെ എപ്പോഴാണ് പോയതെന്ന് നീ ഓർക്കുന്നുണ്ടോ? അപ്പൊ നിവിൻ ഇല്ലെന്ന് പറയാണ്. നിനക്ക് ശരിക്കും ഓർമ്മയില്ലേന്ന് ചോദിക്കാണ് രാഗിണി. എന്നിട്ട് നിവിനോട് പറയാണ്, നമ്മൾ ബാംഗ്ലൂര് വെച്ച് എനിക്കൊരു ഇന്റർവ്യൂക്ക് പോകാനുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതേപോലെ ബൈക്കിൽ സ്പീഡിൽ പോയതൊന്നും നീ ഓർക്കുന്നില്ലേ? അപ്പോ ഇല്ലാന്ന് ദേഷ്യത്തിൽ പറയാണ് നിവിൻ. എന്നിട്ട് നിവിനാണ് രാഗിണി പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോ രാഗിണി വീണ്ടും നിവിനെ വെറുപ്പിക്കുമ്പോ നിവിൻ രാഗിണിയോട് ചോദിക്കാണ്, നിനക്ക് എവിടേക്കാണ് പോണ്ടത്? അപ്പൊ രാഗിണി പറയാണ്, നമുക്ക് എവിടേക്കെങ്കിലും പോകാം, നിന്റെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങണം എന്നേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിവിനെ രാഗിണി കെട്ടിപ്പിടിക്കാണ്. അപ്പോ നിവിൻ രാഗിണിയുടെ കൈ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. രാഗിണി അപ്പോ മുറുക്കെ പിടിക്കാണ് നിവിനെ. നിവിനാണെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇവർ ഈ ബൈക്കിൽ കെട്ടിപ്പിടിച്ചു പോകുന്നത് ഗംഗ സാധനങ്ങൾ വാങ്ങാൻ പുറത്തേക്ക് പോയി വരുന്ന വഴി ഇവരെ കാണാണ്. ഗംഗ നോക്കുമ്പോ നിവിനെയും കെട്ടിപ്പിടിച്ച് നിവിന്റെ പുറകിൽ ഒരു പെണ്ണ് ഇരുന്ന് പോകുന്നതാണ് കാണുന്നത്. അത് കണ്ട് ഗംഗ, നിവിനല്ലേ ഈ പോയത്, ഇവൻ ഇങ്ങനത്തെ ഒരു ചെറുക്കനായിരുന്നോ എന്ന് സംശയിക്കാണ്. എന്നിട്ട് പറയാണ്, വിനീതേടനുമായുള്ള നിവിന്റെ കൂട്ടുകെട്ട് എന്തായാലും നിർത്തണം. നിവിന്റെ ഉള്ളിലിരിപ്പ് ഇപ്പോഴാണ് മനസ്സിലായത്, ഇവൻ ഇത്ര നാണം കെട്ടവനാണെന്ന്. നിവന് പെണ്ണുങ്ങളെയും കൊണ്ട് ഊരു ചുറ്റലാണ് പണി. കാവേരിയോട് എന്തായാലും ഈ കാര്യം പറയണം. നിവിന്റെ യഥാർത്ഥ സ്വഭാവം കാവേരി മനസ്സിലാക്കണം. നിവിൻ എന്നിട്ട് രാഗിണിയുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവളെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാണ്. എന്നിട്ട് രാഗിണിയോട് ചോദിക്കാണ്, നിനക്ക് എങ്ങോട്ടാ പോകണ്ടേ? നിനക്ക് ചുറ്റിക്കറങ്ങണം എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോ. KSRTC എന്ന ബോർഡുള്ള ഒരു ബസ് വരും, വെറുതെ കയറി ഇരുന്നാ മതി, അവര് ഫ്രീ ആയിട്ട് നിന്നെ ചുറ്റിക്കറക്കി തരും. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോ രാഗിണി വീണ്ടും നിവിനെ വിളിക്കാണ്. അപ്പൊ വീണ്ടും നിവിൻ അവളോട് പറയാണ്, ബോർഡ് നോക്കിയിട്ട് വേണം കയറാൻ. ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റ് ബസ്സിലും കയറി ഇരുന്നേക്കരുത്, ക്യാഷ് കൊടുക്കേണ്ടി വരും. ക്യാഷ് കൊടുക്കുന്നത് നിനക്കും നിന്റെ അപ്പനും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ എന്ന് കളിയാക്കിയിട്ടാണ് നിവിൻ അവിടുന്ന് പോകുന്നത്. രാഗിണി നിവിൻ ഇറക്കി വിട്ട ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് യമുന കോളേജിലേക്ക് പോകാന് ബസ് കാത്ത് നിൽക്കുകയാണ്. യമുന അവളുടെ ഫ്രണ്ടിനോട് കാവേരിക്ക് എന്നെ ചെറിയ സംശയം ഉണ്ടെന്നുള്ള കാര്യം പറയാണ്. അപ്പോ ആ ഫ്രണ്ട് യമുനയോട് ചോദിക്കാണ്, നിന്റെ കാവേരി ചേച്ചിന്റെ ഫ്രണ്ട് അല്ലേ നിവിനേട്ടൻ? അതുകൊണ്ട് നിനക്ക് സാരി തന്ന കാര്യം കാവേരി ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടാവും നിവിനേട്ടൻ. അപ്പോ യമുന ഒരു സംശയത്തോടെ ചോദിക്കാണ്, അതെന്തിനാ അങ്ങനെ പറയുന്നേ? അപ്പോ ആ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കാണ്, നിനക്ക് നിവിനേട്ടൻ ഗിഫ്റ്റ് തരുന്ന കാര്യം അറിഞ്ഞാൽ കാവേരി ചേച്ചി നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള റൂട്ട് പിടികിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പുറത്ത് അറിയുമ്പോ രണ്ടുപേരുടെ വീട്ടിലും കുഴപ്പമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആ സമയത്ത് കാവേരി ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും നിവിനേട്ടൻ. നമ്മൾ ഇത്രയും ക്ലോസ് ആയിട്ട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് കാവേരി ചേച്ചി ചോദിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് യമുനയുടെ മനസ്സിലേക്ക് നിവിനേട്ടന് പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ ഫ്രണ്ട്. എന്നിട്ട് യമുന ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ കാവേരി ചേച്ചി എന്തിനാ ആ സാരിയുടെ കാര്യത്തിൽ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത്? അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കാണ്, അതാണ് നീ നോട്ട് ചെയ്യേണ്ടത്.
നിന്റെ കാവേരി ചേച്ചിക്ക് നിവിനേട്ടനോട് ഒരു ഇഷ്ടമുണ്ടെന്ന അതിനർത്ഥം. അപ്പൊ യമുന ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ശരിക്കും കാവേരി ചേച്ചിക്ക് ഇഷ്ടമുണ്ടാവോ എന്ന് ചോദിക്കാണ്. അപ്പൊ ഫ്രണ്ട് പറയാണ്, കാവേരി ചേച്ചിക്ക് അങ്ങോട്ടേ ഉള്ളൂ ഇഷ്ടം, നിവിനേട്ടന് തിരിച്ചില്ല. അല്ലെങ്കിൽ നിവിനേട്ടൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് സാരി കൊണ്ടു തരൂ പൊട്ടി എന്ന് പറഞ്ഞ് യമുനയെ കളിയാക്കാണ് ആ ഫ്രണ്ട്. കാവേരി ചേച്ചിക്ക് മനസ്സിലായി നിവിനേട്ടന് നിന്നെയാണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് നൈസായിട്ട് നിങ്ങളുടെ പ്രണയം പൊട്ടിക്കാൻ നോക്കാണ് കാവേരി ചേച്ചി. ഒന്നാമത് നിന്റെ ഫാമിലിയും നിവിനേട്ടന്റെ ഫാമിലിയും തമ്മിൽ പ്രശ്നത്തിലാണ്. പിന്നെ നിനക്ക് ഇപ്പോ പഠിക്കാനുള്ള പ്രായമല്ലേ, അതിൽ ശ്രദ്ധിക്കാനുള്ള പതിവ് ആയുധമാണ് കാവേരി ചേച്ചി ശ്രമിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ പ്രണയം പൊട്ടുവാണേൽ അതിൽ ചവിട്ടി നിവിനേട്ടന്റെ മനസ്സിൽ കയറാനാണ് കാവേരി ചേച്ചി ശ്രമിക്കുന്നത്. അപ്പോഴാണ് നിവിന് ബൈക്കുമായി വരുന്ന യമുന കാണുന്നത്. നിവിന് യമുന ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന പെട്ടെന്നാണ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ബൈക്ക് നിർത്തി ബസ് കാത്തു നിൽക്കാണോ എന്നൊക്കെ ചോദിക്കാണ് യമുനയോട്. നിവിന് യമുനയെ കാവേരിയുടെ അനിയത്തിയായിട്ടാണ് കാണുന്നത്. എന്നിട്ട് യമുനയോട് ചോദിക്കാണ്, ഇന്നെന്തേ നേരം വൈകിയോ? നിങ്ങൾ രണ്ടുപേരും മാത്രമാണല്ലോ ഇപ്പോ ബസ് സ്റ്റോപ്പില്, ഇനി ഇപ്പോ നിങ്ങൾക്ക് ബസ് കിട്ടുമെന്ന് ഒക്കെ ചോദിക്കാണ്. അപ്പൊ യമുന നിവിനോട് പറയുന്നുണ്ട്, ഇപ്പോ ബസ് വരും. അപ്പൊ നിവിൻ ചോദിക്കാണ്, ഞാൻ കൊണ്ടുവിടണോ കോളേജില്? അപ്പൊ യമുന ഒരു നാണത്തോടെ വേണ്ടാന്ന് പറയാണ്. അപ്പൊ നിവിൻ യമുനയെ നിർബന്ധിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ കൊണ്ടുവിടാം. അപ്പൊ യമുന വേണ്ടാന്ന് തന്നെ പറയാണ്. എന്നാൽ ഞാൻ ബസ് വരുന്നേ വരെ നിങ്ങൾക്കൊരു കമ്പനിയായി നിൽക്കാം എന്ന് പറഞ്ഞ് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ യമുന വേണ്ട, ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയാണ്. അപ്പോ നിവിൻ ഓക്കെ ആണോ, എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. യമുന നിവിൻ പോകുന്നത് നോക്കി നിൽക്കാണ്. എന്നിട്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഫ്രണ്ട് വന്ന് പറയാണ്, നിങ്ങളെ തമ്മിൽ ആരും പിരിക്കാൻ പോണില്ല, നീ അതോർത്ത് വിഷമിക്കണ്ട. എല്ലാ ദിവസവും നിനക്ക് ചുറ്റും കുറെ പേര് ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ നിന്നെ നിവിനേട്ടൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം? നിവിനേട്ടന് നിന്നെ ഇഷ്ടം തന്നെയാടി, അതുകൊണ്ടാ നിന്നെ ഇപ്പോ കൊണ്ടുപോയി വിടാന്ന് എന്നൊക്കെ ചോദിച്ചത്. അത് കേൾക്കുമ്പോൾ യമുനയ്ക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് നിവിനേട്ടന്റെ പ്രണയത്തിൽ മുങ്ങി നിൽക്കാണ് യമുന. നിവിന്റെ കാര്യമൊക്കെ ചേബാലനും രാജേശ്വരിയും സത്യനോട് പറഞ്ഞു കൊടുക്കാണ്. അത് കേട്ട് നിവിൻ എന്താ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിക്കാണ് സത്യൻ. എന്നിട്ട് ചേബാലൻ സത്യനോട് പറയാണ്, നിവിന്റെയും രാഗിണിയുടെയും കല്യാണം തീരുമാനിച്ചിരിക്കുന്നതാ. പക്ഷേ അവൻ ഇപ്പോഴും രാഗിണിയെ ഒരു ചോക്കറായിട്ടാ കാണുന്നേ. നിവിൻ കാണിച്ച പരിപാടി ഒന്നും ഞാൻ രാഗിണിയോട് പറഞ്ഞിട്ടില്ല. അതവൾ അറിഞ്ഞാൽ അവള് എങ്ങനെയാ പ്രതികരിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിവിന് ഉള്ളതാ രാഗിണി എന്ന് നമ്മൾ അവരുടെ കുഞ്ഞുനാളിലേ പറഞ്ഞു വെച്ചതാ. അത് മനസ്സ് വെച്ചിട്ടാ അവള് ജീവിക്കുന്നത് തന്നെ. കാരണം ഞാൻ രാഗിണിയെ അങ്ങനെയാ വളർത്തിയിരിക്കുന്നേ. ബാംഗ്ലൂരല്ലേ അവള് പഠിച്ചത്. അവിടുത്തെ സിറ്റി ലൈഫ് ഒക്കെ നിങ്ങൾക്ക് അറിയൂലേ. ഇത്ര വർഷത്തിനിടയിൽ ടൈം പാസ് ആയിട്ടാണേലും അവൾ ആരെയും നോക്കിയിട്ടില്ല. അവള് അത് ചെയ്യുകയുമില്ല. കാരണം ചേബാലൻ അവളെ അങ്ങനെയാണ് വളർത്തിയത്. പക്ഷേ നിവിന്റെ കാര്യമോ? അത് കേട്ട് രാജേശ്വരിക്കും സത്യനും എന്തു പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് സത്യൻ ചേബാലിനോട് പറയാണ്, രാഗിണി ഞങ്ങളുടെയും മോളല്ലേ ചേബാല, അവൾക്കൊരു വിഷമവും ഉണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കൂല. അപ്പോ ചേബാലൻ പറയാണ്, അളിയ പറയുമ്പോ അങ്ങനെയൊക്കെ പറയാം, നിശ്ചയവും കല്യാണം ഒക്കെ തീരുമാനിച്ചിരിക്കുക. ഇനി മണ്ഡപത്തിൽ വെച്ച് നാണം കെടേണ്ടി വരും. അപ്പോ രാജേശ്വരി ചോദിക്കാണ്, ജയബാലൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? എന്തെങ്കിലും തട്ടുകേട് ഉണ്ടായാൽ അത് ഞങ്ങൾക്ക് കൂടിയല്ലേ നാണക്കേട്? അപ്പൊ ജയബാലൻ പറയാണ്, ഞാൻ എൻ്റെ ബന്ധുക്കളെയെല്ലാം നിശ്ചയത്തിന് ക്ഷണിച്ചു. സ്വർണം ഡ്രസ്സ് എടുക്കാൻ വരെ തീരുമാനിച്ചു. ഓഡിറ്റോറിയം വരെ ബുക്ക് ചെയ്ത് വച്ചിരിക്കാം. അപ്പോ രാജേശ്വരിയും പറയുന്നുണ്ട്, ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാ. കല്യാണത്തിന്റെ തിരക്ക് ആയതുകൊണ്ട് 2 ആഴ്ചയായി റിസോർട്ടിലെ ബുക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോ ജയബാലൻ ചോദിക്കാണ്, ഈ കാര്യമൊക്കെ നിവിൻ അറിയുന്നുണ്ടോ? എനിക്ക് അതാ സംശയം. അത് കേട്ട് രാജേശ്വരിക്കും സത്യനും ഒരു ടെൻഷനോടെ ആണ് നിൽക്കുന്നത്. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് കയറി വരുന്നത്.
എന്നിട്ട് ജയപാലൻ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് നിവിൻ. എന്നിട്ട് ജയപാലനോട് സുഖാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രാഗിണി സേഫ് ആയിട്ട് വീട്ടിൽ എത്തിയോ എന്ന് ചോദിക്കുകയാണ് നിവിൻ. അവൾക്ക് എവിടെയോ പോണമെന്ന് പറഞ്ഞ് എന്റെ വണ്ടിയിൽ കയറി. ഞാൻ ആലോചിച്ചപ്പോ KSRTCക്ക് സ്ത്രീകൾക്ക് ഇപ്പോ സൗജന്യ യാത്രയല്ലേ, വെറുതെ എന്തിനാ എന്റെ പെട്രോൾ തീർക്കുന്നേ? ഇപ്പോ ഇറാൻ അമേരിക്കൻ പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ പെട്രോളിനൊക്കെ നല്ല വിലയാ. അതുകൊണ്ട് ഞാൻ അവളെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ടുണ്ട് എന്ന് രാഗിണിയെ കളിയാക്കി പറയാണ് ജയപാലനോട്. ജയപാലൻ അപ്പോ ഒന്നും പറയാതെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ജയപാലനോട് ശരി എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കാണ് നിവിൻ. അപ്പോ സത്യൻ നിവിനെ വിളിക്കുകയാണ്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.